ഇന്ന് സുഖാണോ? അങ്ങനെ പോകുന്നു. സുഖമായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ. എനിക്ക് സുഖം തന്നെ പറയുന്നുണ്ട്. ആണോ റീനക്കുട്ടി? നന്നായിരിക്കും. എല്ലാരും നന്നായിരിക്കണം. താഴേക്കല്ല, നിങ്ങൾ അവിടെ ലൈവിൽ വന്നാ വാ സൂപ്പർ, നന്നായിട്ട് കാണിച്ചിരുന്നു, വിചാരിച്ചതല്ല. വാ വാ സൂപ്പർ, അടിപൊളി. അങ്ങനെ തന്നെ പോകാം. അതെ അതെ. ഇത് കോയമ്പത്തൂരിലുള്ള ഇത് മറ്റേ സായിബാബയുടെ അല്ലേ, സായിബാബയുടെ ടെമ്പിളാണ് കേട്ടോ. അപ്പൊ എല്ലാവരും കണ്ടോളൂ. ശേഷം ഇപ്പൊ അവിടെ പ്രാർത്ഥനയിൽ പോയിരിക്കുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ടെമ്പിൾ. നല്ല ഭംഗിയുണ്ട് കാണാൻ ചേട്ടാ. നല്ല സായിബാബ പറഞ്ഞ ഇപ്പത്തെ നമ്മുടെ സായിബാബയിലെ വയസ്സായിട്ട് ഇത് തന്നെ ഇവരാണ്. ഈ സായിബാബയുടെ ടെമ്പിളാണ് കേട്ടോ. എന്ത് രസമാണ് നോക്ക്. വണക്കം പറഞ്ഞത് അടിപൊളി അടിപൊളി. പ്രസാദം വാങ്ങി കഴിച്ചോ? പ്രസാദം കഴിച്ചാ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ, അതിന് തന്നെ വലിയ പ്രാർത്ഥന. അല്ല, വലിയ വലിയ അമ്പലമാണത്. ഓ ഓ, സൂപ്പർ സൂപ്പർ ചേട്ടാ, അടിപൊളി. ഇത് വന്ന് തേങ്ങ ഇടാ. ഇത് ഇപ്പൊ ധോണിയാണ്. നമുക്ക് ഇതിലൂടെ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയതിന് വലിയ എന്താ പറയുക കാര്യല്ലേ. ലൈവിലൂടെയൊക്കെ എല്ലാവർക്കും നമ്മുടെ സായിബാബയുടെ ടെമ്പിൾ കാണാൻ പറ്റിയതിന് വളരെയധികം സന്തോഷം. എല്ലാവരും പ്രാർത്ഥിക്കണം. നല്ലൊരു കാര്യമാണ്. ചേട്ടൻ നമുക്ക് വേണ്ടി കാണിച്ചു തന്നതിലൂടെ ലൈവ് കടയിലാണ്. ഷോപ്സ് ഒക്കെ ഉണ്ടോ അല്ലേ? ഓക്കെ ഓക്കെ, അടിപൊളി ചേട്ടാ. ഓ, എന്ത് പണിയും വാങ്ങിക്കാം. ഓ, സൂപ്പറായിട്ടുണ്ട്. പ്രസാദം വാങ്ങി കഴിച്ചു. റവ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. കണ്ണൻ നമസ്കാരം. വേറെ ആരോ വന്നിട്ടുണ്ട് ചേട്ടാ. ദൂരെ നിന്ന് കുറച്ച് കാണിക്കിട്ടാ, ആ ഫ്രണ്ട് ഭാഗം. അതാ അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗം. അതാ ഞാൻ ഇതാ ബാബയുടെ അമ്പലം ഇതല്ലേ? ഉള്ളിൽ കുറച്ച് വീഡിയോ എടുക്കാൻ പാടില്ല. Do you know Kiran Kumar Belapur? No, no, I don't know. ഉദയകുമാർ ചേട്ടാ, ഏട്ടാ ഒരാൾ ചോദിക്കുന്നേ ഡു യു നോ തെലുഗു. അപ്പൊ എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞു. നിങ്ങൾക്കറിയുമല്ലോ. ഇന്നൊരു പ്രാവശ്യം പ്രസാദം വാങ്ങാം. നന്നായിട്ട് സൂപ്പറായിട്ട്. അതെ അതെ അതെ. ഇവരെ ഇരിക്കില്ലേ, അവരെ അറിഞ്ഞ പൂസാരി ഇരിക്കില്ലേ, അറിഞ്ഞ പൂസാരിയാണ്. വേറെ ഒട്ടുങ്ങളാ ഇവരാണ് ചോദിക്കുന്നത്. ആളെ കാണാൻ തന്നെ പറഞ്ഞിട്ട്. കഴിഞ്ഞ ഇറങ്ങാൻ നിൽക്കണോ? ഇതൊക്കെ അതിന്റെ ഉള്ളിലാണ് കഴിഞ്ഞ. എന്താ? അല്ല, ഇതിനുള്ളിൽ കഴിഞ്ഞെന്ന് ചോദിക്കുക. പുറത്ത് ഇറങ്ങാൻ നിൽക്കണോ?